അല്ല, ഇന്ന് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ഒരു 5 മിനിറ്റ് എഴുന്നേറ്റെന്ന്. പേഷ്യൻസ് വെളി വെയിറ്റ് ചെയ്യാ. എഴുന്നേറ്റേ, മണി 8 മൈ ഗോഡ്, 8 മണിയായി. സ്റ്റേഷനിലേക്ക് ആരെങ്കിലും പോയോ? 10 മണിക്കാണ് ട്രെയിൻ വരുന്നത്. നേരം വെളുത്തപ്പോ തന്നെ മാധവനും കമ്മത്തും സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു. അത് നന്നായി. വണ്ടി ചിലപ്പോ നേരത്തെ വന്നാലോ? കൊള്ളാം. നമ്മുടെ ഗവൺമെന്റ് വണ്ടികൾ ഏതെങ്കിലും നേരത്തെ വന്നതായി കേട്ടിട്ടുണ്ടോ? വല്ലാത്ത തലവേദന. മനുഷ്യരായ കുറേശ്ശെ കഴിക്കണം. ശരിയാ, ഇന്നലെ അല്പം ഓവറായി. അനന്തം വരുന്നു പറഞ്ഞപ്പോ അതിന്റെ ഒരു സന്തോഷം. മതി 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 മതി. ഡോക്ടർ നന്ദകുമാറിനെ എനിക്കറിയില്ലേ. സന്തോഷം കൂടിയാൽ ഒരു കുടി, കുറഞ്ഞാൽ അതിനൊരു കുടി. ഇന്നലെ അനിയൻ വരുന്നതിന്റെ പേരിൽ ഇന്നെന്തിനാണാവോ? അതൊന്നുമല്ല, സത്യത്തിൽ പുലർച്ചെയാ ഞാനൊന്ന് ഉറങ്ങിയത്. അവനെയും കുഞ്ഞിനെയും കാണാനുള്ള കൊതി കൊണ്ട് ഉറക്കം വന്നില്ല. താനും ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് ഞാൻ ശ്രീദേവി, അനന്തം വന്നാ ഇനി തിരിച്ചു പോണ്ടെന്ന് അവനോട് താൻ കൂടെ പറയണം. ജോലി ഉപേക്ഷിച്ചു വരുന്നെന്നാ രാധിക ഫോണിൽ പറഞ്ഞത്. ചേട്ടനോട് അനിയൻ തന്നെ നേരിട്ട് പറയട്ടെ എന്ന് കരുതിയാ ഞാനൊരു സസ്പെൻസ് ഇട്ടത്. വാട്ട് എ സർപ്രൈസ്. ഇപ്പോഴെങ്കിലും അവനത് തോന്നിയല്ലോ. ഇനി വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. മനസമാധാനത്തോടെ 2 പെഗും അടിച്ച് ഒരു ഗോഡ് ഫാദർ ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് വിലസും. അതെ അതെ, അനന്തം വന്നാൽ ഉടൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കുടിയെ പറ്റിയാ. ഫോണിൽ ആദ്യം ചോദിച്ചത് അതാ. പ്രിയ ഭാര്യയെ ചതിക്കല്ലേ. നീ ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു. ദേ നന്ദു 5 മിനിറ്റ് റെഡി കേട്ടോ.
ഈ ടെസ്റ്റ് നടത്തിയിട്ട് നാളെ വരൂ. ശരി, വാ മോനെ. പുറത്തേക്ക് പിന്നെ തലി കയറാൻ പറ്റുമോ? അനന്തനോടെ 10 മണിയുടെ വണ്ടി മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. അനന്തൻ മാത്രം വന്നിട്ടില്ല. പിന്നെ ആ വണ്ടിയിലാ വരുന്നതെന്ന് അവൻ തന്നെയല്ലേ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്? എന്ന് പറഞ്ഞ ആളെ കാണണ്ടേ? വണ്ടി ശേഷം വിട്ട ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. വന്ന വണ്ടിയുടെ എല്ലാ പെട്ടിയിലും നമ്മൾ അരച്ച് പറിച്ചു നോക്കി. അനന്തം സാറിന്റെ പെട്ടി മാത്രം കണ്ടില്ല. പിന്നെ നമ്മൾ വേറൊരു ബുദ്ധി ചെയ്തു. അങ്ങോട്ട് പോണ വണ്ടിയുടെ പെട്ടി നോക്കി, ആ പെട്ടിയിലുമില്ല. ആ മണ്ടത്തരം ഞാനല്ല ചെയ്തത്. അത് നമ്മളെ ആ, 2 മിനിറ്റ് കഴിയട്ടെ. ഇനിയിപ്പോ സ്റ്റേഷനിൽ നിങ്ങളെ മിസ് ചെയ്തിട്ട് അവൻ നേരെ വീട്ടിൽ പോയി കാണും. വീട്ടിൽ വിളിച്ച് ചോദിക്കൂ, സംശയം തീർക്കാമല്ലോ. അനന്തൻ സാറുള്ള സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ചിട്ട് വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ, കാര്യം അറിയാമല്ലോ. മിണ്ടായിടോ. ഹലോ, ആരാണ് മറിച്ചത്? ചുമ്മാ. ശ്രീദേവി അല്ലേ? ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കായിരുന്നു. അതെ, അനന്തന വണ്ടി വന്നിട്ടില്ല അത്രേ. പിന്നെ അവരെങ്ങോട്ട് പോയി? എന്നോട് ചോദിച്ചപ്പോ ഞാനെന്താ പറയാ? ഇതൊന്നും അമ്മയോട് പറയണ്ട. ചോദിച്ചാ ട്രെയിൻ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അല്ലെ പിന്നെ ഇത് മതി ഇനി പ്രഷർ കയറാൻ. ഓക്കെ. ആ ശരി. ഇനിയും 1 hour ആവുന്ന മെസ്സേജ്. ആ നിർത്താൻ എങ്ങോട്ട് പോന്നു? മാറ്റിയിടറോ, പുറകോട്ട് മാറ്റാൻ മാറ്റിയിടറോ. എന്റെ അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം. ഒന്ന് വിടണം സാർ. പറ്റില്ല, ആരെയും കടത്തിവിടാൻ പറ്റില്ല. പ്ലീസ്, വളരെ സീരിയസ് ആണ് സാർ. എന്തൊക്കെ ആയാലും ഇപ്പൊ കടത്തിവിടാൻ പറ്റില്ല സാർ. ഞാൻ പറയുന്നുണ്ട്, ഒരു കേൾക്കും. സമയം കഴിയട്ടെ, എന്നിട്ട് പോവാം. ഉടനെ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ എന്റെ അമ്മ. സാർ പ്ലീസ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മാറ്റിയിടറോ. സാർ സാർ മാറ്റിയിടാൻ. സാർ സാറിന്റെ കാര്യം ഞാൻ പിടിക്കാം. വാ മോനു. ഇല്ല. അടുത്തൊന്നും ബ്ലോക്ക് തീരുന്ന മട്ടില്ല. ഏതോ VIP കടന്നു പോകാനുണ്ടെന്ന്. സാർ എവിടെ? അങ്ങ് മുമ്പിലുണ്ട്. ചേച്ചി ഇപ്പൊ അങ്ങോട്ടൊന്നും പോണ്ട. സാറ് പോലീസുകാരുമായി മുട്ടനുടക്കില്ല. പ്രധാന നിരത്തിലുള്ള പ്രകടനങ്ങൾ നിരോധിക്കുന്നതിന് മുമ്പ് നിയന്ത്രിക്കേണ്ടത് ഈ VIP-കളുടെ വരവും പോക്കുക. മനുഷ്യനെ മെനക്കെടുത്താൻ കുറെ നേരമായി VIP-യുടെ വരവും കാത്ത് ഞങ്ങളുടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴാണോ ശാപമോക്ഷം കിട്ടുക? ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും പറയും ദാ എത്തിക്കഴിഞ്ഞു, ഇപ്പൊ എത്തും, ഒരു 5 മിനിറ്റ് കൂടി എന്നൊക്കെ. അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് തന്നെ 2 മണിക്കൂറായി സാറേ. ഞങ്ങളുടെ ഗതികൾ ഞങ്ങൾ അനുഭവിച്ചോളാം. പക്ഷേ ഈ കാറുള്ള രോഗിയെങ്കിലും ഒന്ന് കടത്തി വിടണം സാർ. തന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ VIP കടന്നു പോകാതെ ഒരു എറുമ്പിനെ പോലും കടത്തി വിടില്ലെന്നും. അങ്ങനെ പറയരുത് സാർ. താമസിച്ചാൽ എന്റെ അമ്മ ഒരു 2 മിനിറ്റ് എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം. നടക്കില്ല. എങ്ങോട്ടായി? അങ്ങോട്ട് മാറിക്ക്. ഇനിയും താമസിച്ചാൽ ആ രോഗി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കലാണ് അവരുടെ കണ്ടീഷൻ. തനിക്കെന്താ ഇത്ര നിശ്ചയം? ആ രോഗിയെ കണ്ടപ്പോ എനിക്ക് തോന്നി. ചേട്ടാ, ഇവിടെ ആർക്കും ഇല്ലാത്ത നൊമ്പരം തനിക്ക് മാത്രം എന്താ? അതെ സാർ, ഒരു രോഗിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു അല്പം നൊമ്പരം കൂടും. ബിക്കോസ് ഐ എം എ ഡോക്ടർ. ഒരു അല്പം ദയവ് കാണിക്കണം. ഇതൊക്കെ നാളെ ആർക്കും സംഭവിക്കാവുന്നതാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആ കാറിൽ കിടക്കുന്ന രോഗി എന്റെ തന്തയായ പോലും ഞാൻ കടത്തി വിടില്ല. പിന്നല്ലേ വെറുതെ അല്ല പാവ ഔസേബ് സാർ നരകിച്ച് മരിച്ചത്. ആർക്കാടാ എന്റെ തന്തയോട് മനസ്സിലില്ല? VIP കടന്നു പോകാതെ ഒരുത്തരെയും കടത്തി വിടുന്ന പ്രശ്നമില്ല. എന്ത് ക്രിട്ടിക്കലായാലും ശരി. റോഡിൽ കിടന്ന് ചാകാനാണ് വിധിയെങ്കിൽ അങ്ങ് പോയി തൊലയിട്ടോ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ. അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ഏത് സാഹചര്യത്തിലായാലും സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരും. വണ്ടി എടുക്കണോ? ഇയാൾ എന്ത് ചെയ്യുന്നു കണ്ടേ? വണ്ടി എടുക്കാനാ പറഞ്ഞത്? Rascals!